അങ്ങനെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന റിലീസ് ആയിരിക്കുകയാണ്. അപ്പം ഞാൻ പടം കണ്ടതേ ഉള്ളൂ, കണ്ടു കഴിഞ്ഞതേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞിട്ട് റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. പകുതി കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ പറയുന്നത് ശരിയല്ലല്ലോ. ഈ 73-ാമത്തെ വയസ്സിലും ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് അഭിനയിക്കുന്ന, അല്ലെങ്കിൽ ഓരോ സിനിമയും അതിൻ്റെതായിട്ടുള്ള മികച്ച രീതിയിൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു നടനും മലയാളത്തിൽ, അതും ഈ 73-ാമത്തെ വയസ്സിൽ വേറെ എന്ത് വേണം? വേറെ ഒരു നടനും ഇല്ല, ഇനി വരത്തുമില്ല. ഇനി ഈ ഒരു മമ്മൂട്ടിക്ക് പകരം വെക്കാൻ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വേറെ ഒരു മനുഷ്യനും ഇനി വരത്തില്ല. അപ്പം ബസൂക്കയെ പറ്റി പറയുവാണെങ്കിൽ, സത്യം പറയാൻ ഇതിനകത്ത് കുറച്ച് പോരായ്മകൾ ഉണ്ട് എങ്കിൽ, സിനിമയാണ്, പോരായ്മകളൊക്കെ കാണും. അത്രയും പെർഫെക്റ്റ് പെർഫെക്ഷനോട് കൂടി ഒരു സിനിമ എടുക്കാൻ പറ്റത്തില്ല. എമ്പുരാൻ വന്ന സമയത്ത് തന്നെ അത്രയും 100-200 കോടി മുടക്കി ചെയ്തൊരു പടത്തിൽ തന്നെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മേക്കിംഗ് ക്വാളിറ്റി കൊണ്ടാണ് ആ പടം പിടിച്ചു നിന്നത്. പക്ഷെ ബസൂക്ക പറയുകയാണെങ്കിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിലും ഇത്രയും ഒരു ഹൈപ്പ് കൊടുക്കാതെ വന്നൊരു പടം എന്നൊരു നിലയ്ക്ക് പടം വേറെ ലെവല്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഭവം വേറെ ലെവല് സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ലുക്കും കാര്യങ്ങളൊക്കെ പറയണ്ടല്ലോ. ഓരോ പടത്തിലും വെറൈറ്റി ലുക്കുകളാണ് മമ്മൂട്ടി കൊണ്ടുവരുന്നത്. ഇതിലും അതുപോലെ ക്യാരക്ടറൊക്കെ ലുക്കില് പല രീതിയിലുള്ള ലുക്കുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പടം വേറെ ലെവലാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു പടം ഏറ്റവും കൂടുതൽ കൈയടി അർഹതപ്പെട്ടത് ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ സയ്യിദ് അബ്ബാസിനാണ്. കാരണം ആ രീതിയിലാണ് ഇതിന്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ സീനിലെയും BGM ഉണ്ടല്ലോ, ആ രീതിയിലാണ് നമ്മൾ രോമാഞ്ചം കൊള്ളിക്കുന്ന തരത്തിലാണ് അത് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പടം മോശമാണെന്ന് പറഞ്ഞിട്ട് ഈ പൈസ പോയെന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിൽ റിവ്യൂ സിനിമയെ പറ്റിയിട്ട്, പുതിയ പടങ്ങളെ പറ്റിയിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരെ ഇത് വാക്ക് കേട്ടിട്ട്, അല്ലെങ്കിൽ അവർ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ ഈ ഒരു പടത്തിനെയും വിലയിരുത്തരുത്. കാരണം അവർ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് അവർ റിവ്യൂ ഇടുന്നത്. അല്ലാതെ സിനിമ ഈ പറഞ്ഞ പോലെ സിനിമയെ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് വിലയിരുത്തിയിട്ടല്ല അവർ റിവ്യൂ ഇടുന്നത്. അവർ റീച്ചിന് വേണ്ടിയിട്ട് മാത്രമാണ് റിവ്യൂ ഇടുന്നത്. പടം പോയി കണ്ടിട്ട് വിലയിരുത്തുക. കാരണം പേഴ്സണലി എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് ഹൈപ്പ് കൊടുക്കാതെ, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പ് കൊടുക്കാതെ, തലേന്ന് ഇന്നലെ ഇതിന്റെ ഒരു ടീസർ, പ്രീ റിലീസിങ് ടീസർ എന്ന് പറഞ്ഞൊരു ടീസർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് കുറച്ചുകൂടെ നമുക്ക് ഇത് കൂടി എന്ന് വെച്ചാൽ പടം അത് വേറൊരു ലെവല് സാധനമായിരുന്നു. അത് കാണാൻ ഇൻട്രസ്റ്റിംഗ് കൂടി. അതുവരെ അത് ഫസ്റ്റ് ഷോയും അല്ലെങ്കിൽ സെക്കൻഡ് ഷോയും കഴിഞ്ഞിട്ട് കാണാൻ എന്ന് ആഗ്രഹിച്ച ആൾക്കാരെല്ലാം അത് കണ്ടിട്ട് ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ കയറി പടം കണ്ടിട്ടുണ്ട്. ഈ അശ്വന്ത് ഗോകൊക്കെ എവിടെ നിന്നാണ് സിനിമ കാണുന്നത്? ഇവനൊക്കെ സിനിമ കാണുന്നുണ്ടോ എന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ബസൂക്ക ഇതിന്റെ പറ്റിയൊരു റിവ്യൂ ഞാൻ കണ്ടായിരുന്നു. കാരണം പടം ഒട്ടും കൊള്ളത്തില്ല, വളരെ മോശമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതിലാണ് സംസാരിച്ചിരിക്കുന്നത്. ഇവനൊക്കെ പടം കണ്ടിട്ട് തന്നെയാണോ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് സത്യം പറഞ്ഞാൽ കുറച്ച് പോരായ്മ, ഏത് സിനിമയ്ക്കും കുറച്ച് പോരായ്മകളാണല്ലോ. കുറച്ച് പോരായ്മകൾ വെച്ച് നോക്കിയെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലെ കുറച്ച് ഡ്യൂറേഷൻ അതൊക്കെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അത് കഴിയുമ്പോൾ പടം കയറി കത്തുവാണ്. ആ ലെവലിലാണ് മമ്മൂട്ടി. സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. മമ്മൂട്ടിയുടെ വേറെ ഒന്നും വേണ്ട. മമ്മൂട്ടിയുടെ കൊടുത്ത പൈസ, മമ്മൂട്ടിയെ കാണിക്കുമ്പോൾ തന്നെ കൊടുത്ത പൈസ മുതലാവുന്നുണ്ട്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ 150 രൂപ പോയി എന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാരോട്, പൈസ പോയി എന്ന് കരയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയുള്ളൂ, നിങ്ങൾ അവസാനത്തെ ഒരു 15 മിനിറ്റിലെ സീന് മാത്രം കണ്ടാൽ നിങ്ങൾക്ക് 500 രൂപയ്ക്കുള്ള മുതൽ അതിനകത്തുണ്ട്. അവസാനത്തെ 15 മിനിറ്റ്, ചില ആൾക്കാർ 30 മിനിറ്റ് ഒക്കെ പറയുന്നുണ്ട്. എനിക്കൊരു 15 മിനിറ്റ് ആണ്. എനിക്ക് സത്യസന്ധമായിട്ട് പറയുവാണെങ്കിൽ ഒരു 15 മിനിറ്റിന്റെ ലാസ്റ്റ് ക്ലൈമാക്സിന്റെ 15 മിനിറ്റത്തെ രംഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവല് സാധനമാണ് ക്ലൈമാക്സിൽ എടുത്തു വെച്ചേക്കുന്നത്. ആ ഒരു 15 മിനിറ്റ് മതി നിങ്ങൾക്ക് 500 രൂപ, ഈ 150 രൂപ പോയെന്ന് പറഞ്ഞ് കരയുന്ന ആൾക്കാർക്ക് 500 രൂപ മുതലായെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ രീതിയിലാണ് ലാസ്റ്റ് സീൻ കാണിക്കുന്നത്. അത് പടം നിങ്ങൾ ഉറപ്പായിട്ട് പോയി നേരിട്ട് കാണും. ഇന്നേ വരെ മോളിവുഡ് സിനിമ കാണാത്ത രീതിയിലുള്ള പല രീതിയിലുള്ള വിഷ്വൽ ട്രീറ്റ്മെന്റ്സ് ആണ് ഇതിനകത്ത് കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിൽ ഒരു ഡൗട്ട്സും ഇല്ല. മമ്മൂക്ക, ഗൗതം, നിമിഷ രവി, സയ്യിദ് അബ്ബാസ്. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിലെ എഡിറ്റേഴ്സ് ആണ്. ഒരു രക്ഷയില്ലാതെയാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിഷാദ് യൂസുഫും അതുപോലെ പ്രവീണും കൂടെ. എനിക്കൊന്ന് പ്രവീണിന്റെ കയ്യിൽ കുറച്ചുകൂടെ ഇത് കിട്ടിയാണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ ബെറ്റർ ആക്കി എടുത്തേനെ. കാരണം ആ രീതിയിലുള്ള എഡിറ്റിംഗ് ആണ് പ്രവീണിന്റെ എഡിറ്റിംഗ്. എന്തായാലും മൊത്തത്തിൽ പടം വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല പടമാണ്. മമ്മൂട്ടി സ്റ്റൈലിഷ് ലുക്കിൽ വരുന്നൊരു
സ്റ്റൈലിഷ് ക്യാരക്ടർ തന്നെയാണ്. ഈ 73ാമത്തെ വയസ്സിലും ഇത്രയും ഈ ഒരു രീതിയിൽ അഭിനയിക്കണമെങ്കിൽ അത് മമ്മൂട്ടിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഡീനോ ഡെന്നീസ് ഇതിന്റെ സംവിധാനം, അതുപോലെ സ്ക്രീൻ പ്ലേ, സ്ക്രിപ്റ്റ് ഇതെല്ലാം ഡീനോ ഡെന്നീസിന്റെയാണ്. എന്തൊക്കെ പറഞ്ഞാലും ഒരു പുള്ളിയുടെ ഫസ്റ്റ് പടം എന്ന നിലയ്ക്ക് വേറെ ലെവൽ സാധനമാണ്. കാരണം പിന്നെ വേറെ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഈ പടം എടുത്തേക്കുന്നതെങ്കിൽ വേറെ ലെവലിൽ പോയേനെ. ഒരു എക്സ്പീരിയൻസും അതുപോലെ ഇപ്പം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളെ കയ്യിലാണ് ഈ ഒരു സിനിമ കിട്ടിയിരുന്നെങ്കിൽ പടം വേറെ ലെവലിൽ പോയാണ്. അതുപോലെ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ വേറൊരു ഇപ്പം എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇത് ടോവിനോ ചെയ്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒരു ഇത് കിട്ടിയേനെ. അപ്പം മമ്മൂട്ടിയുടെ സ്ഥാനത്ത് വേറൊരാളും കൂടെ ആയിരുന്നെങ്കിൽ അതോടെ പടം വേറെ ലെവലാണ്. അത്രയും സാധനം ഉണ്ട് പടം. കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഇതില് ബിൽഡപ്പിലൊക്കെ ചെയ്തായിരുന്നെങ്കിൽ പടം വേറെ ലെവലിൽ പോയാണ്. നമുക്കിവിടെ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിൽ എന്തായാലും ഇത്രയും സ്റ്റൈലിഷ് ആയിട്ടൊരു ക്യാരക്ടർ വേറെ ഉണ്ടായിട്ടില്ല. അതുപോലെ മാസ് ഡയലോഗുകൾ, BGM ആണെങ്കിൽ ഒരു രക്ഷയില്ല. ആ രീതിയിലുള്ള BGMകളാണ്. ക്ലൈമാക്സ് ഒക്കെ ആണെങ്കിൽ വേറെ ലെവൽ, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് വേണമെങ്കിലും പറയാം. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈൻഡ് ഗെയിമിംഗ് ഉണ്ടല്ലോ, ഫുള്ള് മൈൻഡ് ഗെയിമിംഗ് ആണ്. മൈൻഡ് ഗെയിമിംഗ് വെച്ചുള്ള കളികളാണ് കൂടുതലും ഇതിനകത്ത്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കാണിക്കുന്ന സമയം മമ്മൂട്ടി ഇതുപോലെ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ അവിടെ വന്നിരിക്കുന്ന സമയത്ത് മമ്മൂട്ടിയുടെ കൂടെ കുറെ മെഗാസ്റ്റാർ എന്ന് എഴുതി കാണിക്കുന്ന ഒരു ഇതുണ്ട് അതിനകത്ത്. അപ്പം മമ്മൂട്ടിയുടെ കുറെ പഴയ ക്യാരക്ടറിന്റെ കുറെ ഫ്രെയിമുകളൊക്കെ ഇങ്ങനെ വന്നു പോകുന്നൊരു ഇതുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഇങ്ങനെ എഴുതി കാണിക്കും മെഗാസ്റ്റാർ മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും സംഭവം ഇപ്പം നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കണ്ടിട്ട് ആരും പടം കാണാതിരിക്കൽ. നല്ല പടമാണ് ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ. നല്ലൊരു സിനിമയാണ്. ഇത്രയും ഹൈപ്പ് കൊടുക്കാതെ, പക്ഷെ പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. പക്ക നല്ല രീതിയിലുള്ള മമ്മൂട്ടിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്ന് കഴിഞ്ഞാൽ അത് ഈ പടത്തിലല്ല, ഏത് പടത്തിലായാലും മമ്മൂട്ടിയുടെ സ്ക്രീൻ പ്രസൻസ് ഒന്നൊന്നര പ്രസൻസ് തന്നെയാണ്. ഇതുപോലെ വെറൈറ്റി ലുക്കുകളായാലും ഇപ്പം ഈ സിനിമയ്ക്കകത്തൊക്കെ ഒരുപാട് വെറൈറ്റി ലുക്കുകളൊക്കെ ഉണ്ട്. അതുപോലെ തമിഴിലെ ഒരു ഡയറക്ടർ ഗൗതം വാസുദേവൻ, പുള്ളി ഇതിലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇപ്പം പുള്ളിയുടെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ്. പുള്ളിയാണ് ഈ ഒരു സിനിമ കുറെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് പുള്ളി അഭിനയിച്ചിരിക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ് ഗെയിമിംഗ് ആണ്. മൈൻഡ് ഗെയിമിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സിനിമ കാണുമ്പോൾ തന്നെ നമ്മളെ കുറെ എന്തൊക്കെയോ നിഗൂഢതകളിലേക്കൊക്കെ കൊണ്ട് എത്തിക്കുന്ന പോലത്തുള്ള ഫീലാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വരുന്നത്. എന്തായാലും ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഡീനോ ഡെന്നീസിന്റെ ബസൂക്കയിലൂടെയുള്ള ഫസ്റ്റ് എൻട്രി എന്തായാലും അത് കൊള്ളാം. കാരണം പുള്ളിക്ക് ഇനിയും ഇതുപോലത്തെ നല്ല സിനിമകളൊക്കെ ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും കുറെ നല്ല പുള്ളി സാധനങ്ങളൊക്കെ ഈ സിനിമയിൽ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളെ കണ്ടിട്ടുള്ള ഒരു അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നിങ്ങളെ ബസൂക്കയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. പടം കാണാതെ റിവ്യൂ പറയുന്ന ആൾക്കാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങൾ പടം കണ്ടിട്ട് മാത്രം റിവ്യൂ പറയുക. കാരണം പടം മോശമാണെന്ന് പറയാൻ എനിക്ക് ഇതിനകത്ത് അങ്ങനെ എടുത്തു പറയട്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ചെറിയ പോരായ്മകൾ, ഈ സ്റ്റാർട്ടിങ്ങിന്റെ കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പടം അടിപൊളിയാണ്. ഈ പറയുന്ന പോലെ 100-200 കോടിയും ഹൈപ്പിൽ മുടക്കിയെടുക്കുന്ന പടങ്ങളെല്ലാം ഫസ്റ്റ് ഷോയിൽ തന്നെ പൊട്ടിപ്പാളീസാവും നമ്മൾ കാണുന്നതാണ്. ഇത്രയും ഒരു ഹൈപ്പൊന്നും ഇല്ലാതെ, ഒരു ഹൈപ്പും ഒരു പ്രൊമോഷനും ഒന്നും തന്നെ ഇല്ലാതെ വന്നൊരു പടം. അപ്പം ആ ഒരു ലെവലിലേക്ക് പോകുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് അതിന്റെ ഡയറക്ടറെ കഴിവ് തന്നെയാണ്. എന്തായാലും പടം ഒന്നും പറയാനില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ്.